ചടങ്ങിൻ്റെ അധ്യക്ഷൻ കേരള സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ ഏറ്റവും ബഹുമാനായ ശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി അവർ, സ്വാഗതം പറഞ്ഞ അക്കാദമിയുടെ സെക്രട്ടറി പ്രിയങ്കരനായ ശ്രീ കരിവള്ളൂർ മുരളി, അക്കാദമിയുടെ വൈസ് ചെയർപേഴ്സൺ പ്രിയപ്പെട്ട പുഷ്പവതി പി ആർ, അക്കാദമിയുടെ നിർവാഹക സമിതി അംഗം ശ്രീ ടി ആർ അജയൻ, ഇവിടെ എത്തിച്ചേർന്ന പുരസ്കാര ജേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, കേരളത്തിൻ്റെ സാംസ്കാരിക മേഖലയുടെ അഭിമാന സ്തംഭമായ കേരള സംഗീത നാടക അക്കാദമിയുടെ 2024 പുരസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. സംഗീതം, നാടകം, നൃത്തം, ശാസ്ത്രീയ കലകൾ, ക്ഷേത്രകലകൾ, വാദ്യകലകൾ, കഥാപ്രസംഗം, മാജിക്, മിമിക്രി തുടങ്ങിയ ആയിരക്കണക്കിന് കലാകാരന്മാർ തങ്ങളുടെ ജീവിത ഉപാധിയായും തങ്ങളുടെ കഴിവ് പ്രകടിപ്പിക്കുന്ന മേഖലയായും കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഇത്തരം കലകളുടെ സംരക്ഷണം, അതിൻ്റെ പ്രചരണം, അതിൻ്റെ ഉന്നമനം, ഇതെല്ലാം വളരെ കൃത്യമായി ദീർഘവീക്ഷണത്തോടെ പ്ലാൻ ചെയ്തു നടപ്പാക്കുന്ന സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലെ ഏറ്റവും പ്രധാനപ്പെട്ട അക്കാദമികളിലൊന്നാണ് കേരള സംഗീത നാടക അക്കാദമി. അവരുടെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രവർത്തനത്തെ ഞാൻ ആത്മാർത്ഥമായി ഇവിടെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. 1958 സ്ഥാപിതമായ അക്കാദമി കഴിഞ്ഞ 67 വർഷങ്ങളായി കേരളത്തിൻ്റെ കലാ സാംസ്കാരിക രംഗത്ത് ഏറെ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഏതാണ്ട് നൂറ്റാണ്ടിലെ കാലം നീണ്ട പ്രവർത്തനം, ജനഹൃദയങ്ങളിൽ ഒരു പ്രത്യേക സ്ഥാനം ഇതിനോടകം തന്നെ അക്കാദമിക്ക് നേടാനായി എന്നത് അഭിമാനകരമായ കാര്യമാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ കീഴിലുള്ള കലാരംഗത്ത് ദീർഘകാലം പ്രവർത്തിച്ച് സ്വന്തം ജീവിതം കലയ്ക്കായി സമർപ്പിച്ച പ്രതിഭാധനരെ ആദരിക്കുന്ന ഒരു വേദി കൂടിയാണിത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഫെലോഷിപ്പ് അവാർഡ്, ഗുരുപൂജ പുരസ്കാരം എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ ബഹുമതികൾ കലാപ്രതിഭകൾക്ക് നൽകിയാണ് ആദരിക്കുന്നത്. ഇത് സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടിയുള്ള വലിയൊരു ദൗത്യമാണ് സംഗീത നാടക അക്കാദമി നിർവഹിക്കുന്നത്. കേരളത്തിലെ 3 കോടി ജനങ്ങളിൽ നിന്ന് 43 പേരെയാണ് ഈ വർഷം തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം സംഗീത നാടക അക്കാദമിയുടെ ഒരു ചെറിയ കേവലം ഒരു അവാർഡല്ല, ഒരു പുരസ്കാരമല്ല. കേരള സംസ്ഥാനം നിങ്ങളെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു എന്നതാണ് ഈ ചടങ്ങിൻ്റെ പ്രത്യേകത. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞവരെ മുതിർന്നവരെയും പ്രായം കുറഞ്ഞവരെയും അവരുടെ കലാ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കിയാണ് ആദരവ് പുരസ്കാരങ്ങൾ ഇപ്പോൾ നൽകുന്നത്. ഇന്ത്യൻ സംഗീതം നൽകിയ സംഭാവനകളെ മുൻനിർത്തി അക്കാദമി നൽകുന്ന സ്വാതി സംഗീത പുരസ്കാരം മലയാള നാടക ചരിത്രത്തോടൊപ്പം സഞ്ചരിച്ച നാടക പ്രതിഭയെ ആദരിക്കുന്ന എസ്.എൽ. സദാനന്ദൻ നാടക പുരസ്കാരം ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ സംസ്ഥാന പ്രൊഫഷണൽ നാടകവേദിയിലെ മികച്ച കലാകാരന്മാർക്കും സാങ്കേതിക വിദഗ്ധർക്കും അക്കാദമി എല്ലാ വർഷവും അവാർഡ് നൽകുന്നുണ്ട്. ഞാനിവിടെ പറഞ്ഞതുപോലെ 2024 സംഗീത നാടക അക്കാദമി പുരസ്കാരങ്ങളാണ് ഇവിടെ ഇപ്പോൾ നൽകുന്നത്. 3 ഫെലോഷിപ്പുകളും 18 അവാർഡുകളും 22 ഗുരുപൂജ പുരസ്കാരമടക്കം ആമുഖമായി പറഞ്ഞ 43 ബഹുമതികളാണ് വിതരണം ചെയ്യുന്നത്. ഒരു കലാകാരനെ ആദരിക്കുന്നതിലൂടെ ആ കലയെയും അതിൻ്റെ ആചാര്യ പാരമ്പര്യത്തെയും കൂടിയാണ് നമ്മൾ ആദരിക്കുന്നത്. ഇത്തരം ആദരവുകൾ
പുതിയ കലാകാരന്മാർക്ക് കലാരംഗത്ത് ചുവടുറപ്പിക്കാൻ മുന്നോട്ട് പോകാൻ വളരെ പ്രചോദനമാകുമെന്ന് ഞാൻ കരുതുകയാണ്. ഈ വർഷത്തെ പുരസ്കാരങ്ങൾക്കായി കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ കലാകാരന്മാരെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. എ അനന്തപത്മനാഭൻ, സേവർ പുൽപ്പാട്ട്, കലാമണ്ഡലം സരസ്വതി എന്നിവരാണ് ഫെലോഷിപ്പിനായി തിരഞ്ഞെടുക്കപ്പെട്ട അതിവിശിഷ്ട കലാപ്രതിഭകൾ. വീണവാദന രംഗത്തെ അനിഷേധ്യ കലാകാരനായ എ അനന്തപത്മനാഭനെയാണ് സംഗീതത്തിലുള്ള ഫെലോഷിപ്പിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. നാടകത്തിന്റെ വിവിധ മേഖല എണ്ണമറ്റ സംഭാവന നൽകിയ സേവർ പുൽപ്പാട്, സംവിധായകൻ, നടൻ, നാടകൃത്ത് എന്നീ നിലകളിൽ നമ്മുടെ നാടക ചരിത്രത്തിന്റെ ഭാഗമാണ്. അദ്ദേഹത്തിനാണ് നാടകത്തിലുള്ള ഫെലോഷിപ്പ്. കേരളത്തിലെ നൃത്ത രംഗത്ത് പ്രസന്നമായ മുഖമാണ് കലാമണ്ഡലം സരസ്വതി. നൃത്തരംഗത്തെ ഫെലോഷിപ്പിനായി സാഹിത്യ പുരപതി ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്നതാണ്. എം ടി വാസുദേവൻ നായരുടെ ജീവിത പങ്കാളി കൂടിയായ കലാമണ്ഡലം സരസ്വതിയെ തിരഞ്ഞെടുത്തതിൽ ഞാൻ അങ്ങേയറ്റം നിങ്ങളെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. കലാകാരന്മാരുടെ ക്ഷേമത്തിനായി അക്കാദമി നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്നു. അക്കാദമിയുടെ പരിധിയിൽ വരുന്ന 686 കലാകാരന്മാർക്ക് ഈ വർഷം ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. കുട്ടികളുടെ കലാഭിരുചി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി താഴ്ന്ന വരുമാന പരിധിയിലുള്ള കുട്ടികൾക്ക് പ്രതിമാസം 1000 രൂപ വീതം സ്റ്റൈഫൻ സ്കോളർഷിപ്പ് തുകയായി നൽകി വരുന്നു. കേരള സംഗീത നാടക അക്കാദമി സമീപകാലത്ത് രംഗകലാ സംബന്ധമായി നിരവധി പുരസ്കാരങ്ങൾ, പല പുസ്തകങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. രംഗകലകളെ സൗന്ദര്യശാസ്ത്രപരമായി വിചിന്തനം ചെയ്യുന്ന ഒരേ ഒരു ആർട്ട് ക്രിട്ടിക് ജേർണൽ കേളി എല്ലാ 2 മാസം കൂടുമ്പോഴും പുറത്തിറങ്ങുന്നുണ്ട്. സംഗീതം, നാടകം, നൃത്തം, മേളകല തുടങ്ങിയ വിഭാഗങ്ങൾ മികച്ച പഠനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുരസ്കാരങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. മൺമറഞ്ഞു പോയ കലാ നിരൂപകരുടെയും ഗവേഷകരുടെയും അമൂല്യമായ സർഗസൃഷ്ടികൾ ഉള്ളടക്കമായ കേളിയുടെ പഴയ പതിപ്പുകളും അക്കാദമി നേരത്തെ പ്രസിദ്ധീകരിച്ചുള്ള റഫറൻസ് ഗ്രന്ഥങ്ങളും കേടുകൂടാതെ സൂക്ഷിക്കുന്നതിന് സ്ഥലപരിമിതി ഒരു പ്രശ്നമായി. 67 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള അക്കാദമിക്ക് നിലവിൽ ഒരു പ്രസിദ്ധീകരണ വിൽപ്പനശാല ഇല്ല എന്നതും വലിയൊരു പരിമിതിയായി. സ്വന്തമായി ഒരു പ്രസിദ്ധീകരണ വിൽപ്പനശാല എന്ന ചിരകാല സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നു. അക്കാദമിയുടെ മുഖമാസികയായ കേളിയും മറ്റു പ്രസിദ്ധീകരണങ്ങളും ആവശ്യക്കാർക്ക് തിരഞ്ഞെടുക്കാനുള്ള സൗകര്യം ഈ പുസ്തകശാലയിലുണ്ട്. അക്കാദമി ബുക്ക് സ്റ്റാളിന്റെ ഉദ്ഘാടനം കുറച്ചു മുമ്പ് ഞാൻ നിർവഹിച്ചു. ഔദ്യോഗികമായി ഞാനിതിവിടെ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് കാലയളവിൽ അക്കാദമി ഒട്ടേറെ പുതിയ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. ചമയരംഗത്തെ അധികായനായ പട്ടണശ്രീ ഡയറക്ടറായി 7 ദിവസം നീണ്ട ചമയ ശില്പശാല അക്കാദമി സംഘടിപ്പിച്ചു. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 30 കലാകാരന്മാർ ഇതിൽ പങ്കെടുത്തു. ചമയത്തെക്കുറിച്ച് ഇത്ര സൂക്ഷ്മമായും സൈദ്ധാന്തികമായും പ്രായോഗികമായും ചമയ സങ്കേതങ്ങളെ കാലാനുസൃതമായി അവതരിച്ചുകൊണ്ടുള്ള ശില്പശാല ആദ്യമായിട്ടാണ് അക്കാദമി സംഘടിപ്പിക്കുന്നത്. കേരളത്തിലെ താളവാദ്യ സംസ്കൃതി ലോകത്തിന് തന്നെ അതിശയമാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ ചരിത്രത്തിൽ ആദ്യമായി കേരള താളവാദ്യങ്ങളെ കണ്ടെത്തി ഏകീകരിച്ചുകൊണ്ട് 3 ദിവസം നീണ്ടുനിന്ന ഇവിടെ സെക്രട്ടറി പറഞ്ഞു 5000-ഓളം ആളുകളും 1000-ഓളം കലാകാരന്മാരും പങ്കെടുത്ത താള വാദ്യോത്സവം ജൂലൈ 11, 12, 13 തീയതികളിൽ സംഘടിപ്പിച്ചു. മേള വിദഗ്ധരും കോർഡിനേറ്റർമാരും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളാണ് അതിൽ പങ്കെടുത്തത്. ഒരുപക്ഷെ അക്കാദമിയുടെ ചരിത്രത്തിലെ ഏറ്റവും നല്ല ഒരു പ്രൊജക്റ്റാണ് അക്കാദമി നടപ്പാക്കിയത്. അതിന് ഞാൻ എൻ്റെ ഭാരവാഹികളെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഇവിടെ സെക്രട്ടറി സൂചിപ്പിച്ച പോലെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും സംഗീത ഉത്സവം സംഘടിപ്പിക്കാനുള്ള ക്രമീകരണങ്ങൾ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. കർണാടക സംഗീതത്തിലെ യുവപ്രതിഭകളായ ഗായകരെയും പക്കമേളക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സംഗീതോത്സവത്തിന് ജൂലൈ 26 പാലക്കാട് ഗവൺമെന്റ് ചെമ്പൈ സ്മാരക കോളേജ് തുടക്കമാകും. തുടർന്ന് വിവിധ ജില്ലകളിൽ സംഗീതോത്സവ പരിപാടികൾ നടക്കും. നാടകരചനയുടെ സങ്കേതങ്ങൾ നാടകൃത്തുക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിനും നാടകരചനയിൽ പുതിയ പരീക്ഷണങ്ങളും ഭാവുകത്വം കൊണ്ടുവരുന്നതിനുമായി നാടകരചനാ ശില്പശാല കോട്ടയം ജില്ലയിലെ ഓശാന മൗണ്ടിൽ നടത്താൻ തീരുമാനിച്ചു. തീയതി ഒരു ചെറിയ മാറ്റം വരുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത ആഴ്ച അത് നടത്തുന്ന ആ തീയതിയിൽ കേരളത്തിൽ സിനിമാ കോൺക്ലേവ് നടക്കുകയാണ്. അതിൽ പങ്കെടുക്കേണ്ടവരാണ് ഇവരെല്ലാം എന്നതുകൊണ്ട് ഡേറ്റിൽ ചെറിയ മാറ്റം വരുത്തി അത് ഭംഗിയായി നടത്തണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. പോയ കാലത്ത് കേരളത്തിൻ്റെ സാംസ്കാരിക വേദികളെ മുഖരിതമാക്കിയ കഥാപ്രസംഗ മഹോത്സവ ശില്പശാലയും തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങളിൽ നടക്കും.
കഥാപ്രസംഗ മഹോത്സവത്തിനും ശില്പശാലയ്ക്കും ആഗസ്റ്റ് 15-ന് പറവൂരിൽ തുടക്കമാകും. നൃത്തോത്സവം, നാഷണൽ ഫിലിം ഫെസ്റ്റിവൽ, ലൈറ്റിംഗ് വർക്ക്ഷോപ്പ് തുടങ്ങിയ പരിപാടികൾ ആസൂത്രണം ചെയ്തു വരുന്നുണ്ട്. കേരള സംഗീത നാടക അക്കാദമിയെ ലോകശ്രദ്ധയിലേക്ക് ആകർഷിച്ച അന്താരാഷ്ട്ര നാടകോത്സവം ഇറ്റ്ഫോക്ക് 2026 അതിൻ്റെ പ്രവർത്തനങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. വിശ്വോത്തര സംവിധായകനും സ്കൂൾ ഓഫ് ഡ്രാമ മേധാവിയുമായ ഡോക്ടർ അഭിലാഷ് പിള്ളയാണ് ഇറ്റ്ഫോക്ക് ഡയറക്ടർ. 2026 ജനുവരി 25 മുതൽ ഫെബ്രുവരി 1 വരെ ഇറ്റ്ഫോക്ക് 2023 നടത്തുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. വളരെ സന്തോഷപൂർവ്വം ആ തീയതി ഞാൻ ഇവിടെ നിങ്ങൾക്കെല്ലാം വേണ്ടി പ്രഖ്യാപിക്കുകയാണ്. പോയ വർഷങ്ങളിൽ വ്യത്യസ്തമായി അക്കാദമി അത്രയേറെ പരിപാടികളും ശില്പശാലകളുമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ആയിരക്കണക്കിന് കലാകാരന്മാർ അക്കാദമി പ്രവർത്തനങ്ങളുടെ ഗുണഭോക്താക്കളാകും എന്നതിൽ അക്കാദമിക്ക് അഭിമാനിക്കാവുന്നതാണ്. കേരള സംഗീത നാടക അക്കാദമി ഒട്ടേറെ വിലപിടിപ്പുള്ള ശില്പങ്ങളും സംഗീതോപകരണങ്ങളും നിലവിലുണ്ട്. അവ കൃത്യമായി സംരക്ഷിക്കുന്നതിനോ ആർക്കൈവിനുള്ള സാങ്കേതിക മികവാർന്ന സംവിധാനങ്ങൾ നിലവിലില്ലായിരുന്നു. പഠിതാക്കൾക്കും പൊതുജനങ്ങൾക്കും ഗുണപ്രദമാകും വിധം മ്യൂസിയം നിർമ്മാണത്തിന്റെ പ്രവർത്തനങ്ങൾ അക്കാദമി തുടങ്ങിയിട്ടുണ്ട്. ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് മ്യൂസിയത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന അക്കാദമിയുടെ ലക്ഷ്യത്തിന് കേരള സർക്കാർ എല്ലാ പിന്തുണയും ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. 2012 തീ കത്തി നശിച്ച രാമജയം കോമ്പൗണ്ടിലെ കൂത്തമ്പലം പുനരുദ്ധരിച്ച് സംഗീത അക്കാദമി കൈമാറുന്ന ആവശ്യം സാംസ്കാരിക വകുപ്പിന്റെ ശുപാർശയോട് ഇപ്പോൾ ബഹുമാന്യ മുഖ്യമന്ത്രി പരിഗണനയാണ്. അനുകൂലമായ തീരുമാനമെടുക്കുമെന്നാണ് പരസ്പരം പരിപാടിയിൽ മുഖ്യമന്ത്രി സൂചിപ്പിച്ചിട്ടുള്ളത്. ടൂറിസം വകുപ്പ് അത് അക്കാദമിക്ക് കൈമാറിയാൽ മികച്ച ഒരു ഇന്റിമേറ്റ് തിയേറ്ററായി അതിനെ അക്കാദമി വികസിപ്പിക്കുന്നതാണ്. സാംസ്കാരിക വകുപ്പിന്റെ എല്ലാ പിന്തുണയും അതിലുണ്ടാകുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ ചരിത്രത്തിലെ ഏറ്റവും ചടുലവും ഊർജ്ജസ്വലവുമായ നാടുകളിലൂടെയാണ് അക്കാദമി ഇപ്പോൾ കടന്നുപോകുന്നത്. ഇത്രയധികം പൊതുപരിപാടികളും ശില്പശാലകളും കലാപരിപോഷണ പരിശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്ന അക്കാദമിക്ക് ഈ കാലയളവിൽ എല്ലാ പിന്തുണയും സർക്കാർ നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഭാരവാഹികളായി പ്രവർത്തിച്ചു വന്ന ശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി, ശ്രീ കരിവള്ളൂർ മുരളി, PR പുഷ്പവതി, TR അജയൻ അടക്കമുള്ള ഭാരവാഹികളെയും ജീവനക്കാരെയും ഗവൺമെന്റിന് വേണ്ടി പ്രത്യേകം ഞാൻ ഇവിടെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിന്റെ സാംസ്കാരിക മേഖല വളർച്ചയുടെ പടവുകൾ കടന്നുപോവുകയാണ്. അതിന്റെ ഭാഗമായി ഒരു കൾച്ചറൽ കോൺഗ്രസ് കേരളത്തിൽ നടത്താൻ പോകുന്നു. ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനം ലോകത്തെ മുഴുവൻ കലാകാരന്മാരെയും പ്രോത്സാഹനം ചെയ്തുകൊണ്ട് ഒരു കൾച്ചറൽ കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന ആദ്യമായി കേരളത്തിലായിരിക്കും. ഡിസംബർ മാസം 18, 19, 20 തീയതികളിൽ കൊച്ചിയിലാണ് അത് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഈ കൾച്ചറൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം സാംസ്കാരിക മേഖലയിലെ ഇടപെടലുകൾ എങ്ങനെയാകണം എന്നതിനെ കുറിച്ചുള്ള ചർച്ചകളാണ്. ലോകത്ത് വളർന്നു വരുന്ന എല്ലാ തെറ്റായ നിലപാടുകളെയും ചോദ്യം ചെയ്യപ്പെടാൻ കഴിയുന്ന ഒരു പൊതുവേദി കേരളത്തിൽ രൂപപ്പെടണം എന്ന് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നു. മനുഷ്യനാണ് ഏറ്റവും വലുത്, മാനവികതയാണ് ഏറ്റവും വലുത്. യുദ്ധത്തിലൂടെയല്ല, സമാധാനത്തിലൂടെയാണ് ലോകത്തെ സഞ്ചരിപ്പിക്കേണ്ടത്. വർഗീയതയ്ക്കല്ല, മനുഷ്യന്റെ യോജിപ്പിനാണ് പ്രാധാന്യം നൽകേണ്ടത്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമല്ല വേണ്ടത്, ശാസ്ത്രബോധവും യുക്തിബോധവും പ്രായോഗിക പരിജ്ഞാനവുമാണ്. ഇവിടെയെല്ലാം കലാകാരന്മാർക്ക് നന്നായി ഇടപെടാൻ കഴിയുമെന്നാണ് ഗവൺമെന്റ് വിശ്വസിക്കുന്നത്. ലോകം മുഴുവൻ ഒരു മേഖലയിലേക്ക് ഏകോപിപ്പിച്ച് ഒരു വലിയ സന്ദേശം ലോകത്തിലെ കലാകാരന്മാരിലൂടെ നൽകാൻ സംസ്ഥാന ഗവൺമെന്റ് ആഗ്രഹിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ കൾച്ചറൽ കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഈ വരുന്ന 2-3 തീയതികളിൽ തിരുവനന്തപുരത്ത് ഒരു സിനിമ കോൺക്ലേവ് ഞങ്ങൾ നടത്തുകയാണ്. ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനം ഒരു സിനിമ കോൺക്ലേവ് ഒരു പോളിസിക്ക് വേണ്ടി നയരൂപീകരണത്തിന് നടത്തുന്നത് കേരളത്തിലാണ്. അതിന്റെ ഉദ്ദേശം സിനിമ എന്നതൊരു വ്യവസായമായി വളർത്തുകയും എല്ലാവർക്കും ആ രംഗത്ത് പ്രവർത്തിക്കാൻ കഴിയുന്ന അവസ്ഥ സൃഷ്ടിക്കുക എന്നതാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്കടക്കം, ട്രാൻസ്ജെൻഡേഴ്സ് അടക്കം എല്ലാവർക്കും, ദുർബലരായ എല്ലാ വിഭാഗത്തിലും ഗവൺമെന്റ് ഒരുപാട് ഈ മേഖലയിൽ അത്തരം വിഭാഗങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക്
ഒരു വർഷം 3 കോടി രൂപ 2 സിനിമ എടുക്കുന്നതിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് 3 കോടി രൂപ 2 സിനിമ എടുക്കുന്നതിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. അവരുടെ 4 സിനിമ 3 സിനിമ ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞു. അത്തരം ജനവിഭാഗങ്ങളെ ഉൾപ്പെടെ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ടെക്നിക്കൽ മേഖലയിൽ, സിനിമയുടെ സാങ്കേതിക മേഖലയിൽ അവരെ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു പുതിയ നിയമ സംവിധാനം വ്യവസ്ഥ ഉണ്ടാക്കി കേരളത്തിൽ ഒരു സിനിമാ പോളിസി, ഇന്ത്യയിൽ ഏറ്റവും ശക്തമായ ഒരു സിനിമാ നയം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോൺക്ലേവ് ഈ 2-3 തീയതികളിൽ തിരുവനന്തപുരത്ത് നടക്കുന്നത്. കലാകാരന്മാരെ സംബന്ധിച്ച് ചേർത്ത് പിടിച്ചൊരു ഗവൺമെന്റാണ്. പ്രത്യേകിച്ച് കോവിഡ് കാലത്താണ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത്. കഴിഞ്ഞ 4-5 വർഷമായി ആയിരക്കണക്കിന് കലാകാരന്മാരെയാണ് ഗവൺമെന്റ് വ്യത്യസ്ത തലങ്ങളിലായി സഹായിച്ചത്. കലാകാരന്മാരുടെ കലാപരിപാടികൾ നടത്തി അവർക്ക് സഹായങ്ങൾ ചെയ്ത് മഴമിഴി പോലുള്ള പരിപാടികളിലൂടെ, കടൽമിഴി പോലുള്ള പരിപാടികളിലൂടെ നമ്മുടെ കുട്ടികൾ, ഓട്ടിസം ബാധിച്ച കുട്ടികൾ, അവർക്കുള്ള കലാപരിപാടികളിലൂടെ, നമ്മുടെ ആദിവാസി മേഖലയിലെ കലാകാരന്മാർ അവതരിപ്പിച്ച പരിപാടികളിലൂടെ ആയിരക്കണക്കിന് കലാകാരന്മാർക്ക് സാമ്പത്തിക സഹായം അടക്കം കൊടുക്കാൻ നമുക്ക് കഴിയും. അതിന്റെ തുടർച്ചയായി കലാകാരന്മാരുടെ ക്ഷേമനിധിയുടെ പ്രവർത്തനങ്ങൾ ഇന്ന് കാര്യക്ഷമമായി നടക്കുന്നുണ്ട് എന്ന വസ്തുതയാണെങ്കിലും ക്ഷേമനിധിയെ അടിമുടി ഒന്ന് രൂപാന്തരപ്പെടുത്തി നവീകരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഒരു കലാകാരൻ പ്രവർത്തിച്ച് അവൻ്റെ ജീവിത അവസാന ഘട്ടത്തിൽ പൂർണ്ണ സംരക്ഷണം എങ്ങനെ ഒരു കലാകാരൻ ഉറപ്പുവരുത്തണം എന്നതിനെ പറ്റിയുള്ള പ്രാഥമിക ചർച്ചകൾ തുടങ്ങി കഴിഞ്ഞു. അത് തീർച്ചയായിട്ടും അത് മുന്നോട്ട് പോകാനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ക്ഷേമനിധിയുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ അവർക്ക് അതിനുള്ള ചില നിലപാടുകൾ സ്വീകരിക്കാനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തു കഴിഞ്ഞു. ഈ രൂപത്തിൽ സാംസ്കാരിക മേഖലയിലെ ഓരോ കലാകാരനെ സഹായിക്കുക, ഓരോ സാംസ്കാരിക സ്ഥാപനങ്ങളെയും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കുക. ഒരു ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു സ്ഥാപനത്തെയും അവരുടെ ദൈനംദിന പ്രവർത്തനത്തിൽ ഇടപെടുന്ന രീതിയില്ല ഈ ഗവൺമെന്റ്. സംഗീതനാട അക്കാദമി മാത്രമല്ല, 10-40 സ്ഥാപനങ്ങൾ സാംസ്കാരിക വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ദൈനംദിന കാര്യങ്ങളൊന്നും ഞങ്ങൾ ഇടപെടാറില്ല. പൂർണ്ണമായും സ്വാതന്ത്ര്യത്തോട് പ്രവർത്തിക്കാൻ അവർ കൊണ്ടുവരുന്ന പദ്ധതികൾക്ക് അംഗീകാരം കൊടുക്കാൻ ഒരു മടിയും ഈ കഴിഞ്ഞ 4 വർഷക്കാലം സംസ്ഥാന ഗവൺമെന്റ് കാണിച്ചിട്ടില്ല. അതിൻ്റെ ഗുണം സാംസ്കാരിക മേഖലയിൽ ഉണ്ട് എന്നാണ് മന്ത്രി എന്നുള്ള എൻ്റെ വിശ്വാസം. അതിൻ്റെ ഗുണം എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ സ്ഥാപനങ്ങളും ഇന്ന് ഒന്നിനൊന്ന് മെച്ചപ്പെട്ടു വരികയാണ്. എല്ലാ അക്കാദമികളും ഇന്ന് ഒന്നിനൊന്ന് കേരളത്തിൽ മെച്ചപ്പെട്ടു വരുന്നു. ഒരു നിരാശയോടുകൂടി ഏതെങ്കിലും ഒരു സ്ഥാപനത്തെ കാണേണ്ട കാര്യമില്ല. സാഹിത്യ അക്കാദമി ആണെങ്കിലും, സംഗീത അക്കാദമി ആണെങ്കിലും, ഫോക്ലോർ അക്കാദമി ആണെങ്കിലും ഒന്നുമില്ലാതെ കിടന്ന പല സ്ഥാപനങ്ങളും, ഇപ്പോൾ ബുക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാതെ കിടന്ന ഒരു സ്ഥാപനം ഇന്ന് നമ്പർ 1 സ്ഥാപനമായി മാറി. അല്ല KSFDC ആണെങ്കിലും, അല്ലെങ്കിൽ അക്കാദമി, സിനിമ അക്കാദമി ആണെങ്കിലും, ഭാരത് ഭവൻ ആണെങ്കിലും എല്ലാം ഇൻഡിപെൻഡൻ്റായി വളരെ ഡെമോക്രാറ്റിക്കായിട്ട് അവർക്ക് പ്രവർത്തിക്കാനുള്ള അവകാശങ്ങൾ അനുവാദം കൊടുക്കുകയാണ്. അപ്പോൾ അവർ സ്വതന്ത്രമായി ചിന്തിക്കട്ടെ, അവർ സ്വതന്ത്രമായി അവരുടെ കലാപ്രവർത്തനങ്ങൾ, സാംസ്കാരിക നടത്തട്ടെ. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, എല്ലാ കലകളും മനുഷ്യന് വേണ്ടിയുള്ളതാണ്. എല്ലാ കലാപ്രവർത്തനങ്ങളും മനുഷ്യന്റെ പുരോഗതിക്ക് വേണ്ടിയുള്ളതാണ്. ആ മനുഷ്യന് വേണ്ടി, മനുഷ്യന്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള കലാപ്രവർത്തനങ്ങളാണ് വർത്തമാനകാലത്ത് കേരളം ആഗ്രഹിക്കുന്നത്, ഇന്ത്യ ആഗ്രഹിക്കുന്നത്, ലോകം ആഗ്രഹിക്കുന്നത്. അതിന് ഓരോ സ്ഥാപനവും മുൻകൈയെടുക്കണം എന്ന ആശയം മാത്രമാണ് ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്നത്. ആ ആശയത്തിന് അനുരൂപമായി പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ അതിനോടൊപ്പം സഞ്ചരിക്കുന്ന ഏറ്റവും മികച്ച സ്ഥാപനമാണ് കേരള സംഗീതനാട അക്കാദമി എന്ന് അഭിമാനത്തോടെ പറയാൻ ഞാൻ ഈ അവസരം ആഗ്രഹിക്കുക. തുടർന്നും നിങ്ങളുടെ എല്ലാ പ്രവർത്തനത്തിനും ഗവൺമെന്റ് എല്ലാ പിന്തുണയുണ്ടാവും. ഇവിടെ പുരസ്കാരങ്ങൾ നേടിയ എല്ലാ ബഹുമാന്യരായ കലാകാരന്മാരെയും സംസ്ഥാന ഗവൺമെന്റ് വേണ്ടി അങ്ങേയറ്റം അഭിനന്ദിച്ചുകൊണ്ട്, എല്ലാവരെയും ആദരവ് അർപ്പിച്ചുകൊണ്ട് ഈ പുരസ്കാരദാന ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.